മാംഗല്യം ശരിയാവാത്തവർക്ക് ഈ ക്ഷേത്രത്തിൽ പോയിട്ട് മാംഗല്യപൂജ ചെയ്തു കഴിഞ്ഞാൽ മാംഗല്യം നടക്കും. ഇവിടുത്തെ പ്രധാന പൂജയാണ് മാംഗല്യപൂജ. മാംഗല്യപൂജയ്ക്ക് ഒത്തിരി പേരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ശക്തിയുള്ള ക്ഷേത്രം ഏതാണെന്നറിയണ്ടേ, എവിടെയാണെന്നറിയണ്ടേ? അപ്പോൾ വീഡിയോ കണ്ടാലോ. ഇതെവിടെയാണെന്ന് മനസ്സിലായോ? ഇത് ഏതാ ക്ഷേത്രം എന്ന് മനസ്സിലായോ? ഇവിടെ പോയിട്ടുള്ളവരും ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇതാണ് നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ഇവിടെ അവിചാരിതമായിട്ടാണ് ഞാൻ പോയത് കേട്ടോ. ചേച്ചിമാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൂടെ വിളിച്ചപ്പോൾ ഞാനും മോനും കൂടെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ വഴിപാടുകളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമുക്ക് എന്താണോ വഴിപാട് ചെയ്യാനുള്ളത് അത് നമ്മൾ ഇതേപോലെ റൈറ്റിംഗ് പാഡ് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമുള്ള വഴിപാടുകളൊക്കെ എഴുതി അവിടെ വഴിപാട് ചീട്ടാക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊടുക്കണം. അപ്പം ഞാനും ചേച്ചിയും അവിടെ വരി നിന്ന് അത് കൊടുത്തു കേട്ടോ. എനിക്കെന്തോ ഈ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരു പ്രത്യേകത തോന്നി കേട്ടോ. ഒരു വലിയ കോമ്പൗണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ഓരോ ദൈവങ്ങളും ഓരോ അമ്പലങ്ങളായിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടല്ലോ, കാലെടുത്ത് വെച്ചിട്ട് വേണം കടക്കാനായിട്ട്. കരിങ്കലിൻ്റെ ഒരു പടിയാണ്, അതുകൊണ്ടാണ് കാലെടുത്ത് വെച്ചിട്ട് വേണം കടക്കാനായിട്ട് എന്ന് പറഞ്ഞത്. ഈ കാണുന്ന ലൈൻ കണ്ടോ, പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയിട്ടുള്ള ലൈൻ. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മംഗല്യപൂജ. ആ മംഗല്യപൂജയ്ക്ക് പങ്കെടുക്കാൻ നിൽക്കുന്നവരാണ് കേട്ടോ. നമ്മൾ എത്ര പേര് പൂജയ്ക്ക് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും മംഗല്യപൂജ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മംഗല്യപൂജ ഒത്തിരി പേർക്ക് നടത്തുകയും ചെയ്യാം, തിരക്കും കുറവാണ്. ഇനി മംഗല്യപൂജ കഴിഞ്ഞു കഴിഞ്ഞാലോ എല്ലാവർക്കും കയറി തൊഴുകയും ചെയ്യാം. നല്ലൊരു കാര്യമാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് കേട്ടോ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി അവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര തിരക്ക് വന്നാലും ഒരു ഒന്നും തള്ളും ഒന്നുമില്ലാതെ വളരെ ഭംഗിയായി അവർ അത് ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട്. ഇതേ ഈ കാണുന്ന ലൈൻ കണ്ടോ, ഇത് മംഗല്യപൂജ കഴിഞ്ഞ് പ്രസാദം വാങ്ങിക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ. അതിനപ്പുറത്ത് ത്രിമധുരം, മുട്ടറക്കല്, പുഷ്പാഞ്ജലികൾ ഇതൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ലൈനുകളാണ്. പക്ഷേ ഇതെല്ലാം വളരെ പെട്ടെന്ന് എല്ലാവരും പൂജയും കഴിഞ്ഞ് പ്രസാദവും വാങ്ങിച്ച് പോണ കണ്ടോ. വളരെ കീർത്തി കേട്ട ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. വലിയ വലിയ മരങ്ങളും അതിനുള്ളിൽ സർപ്പക്കാവും പിന്നെ വലിയ ആൽമരങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്രസാദവും ഉണ്ട് കേട്ടോ. ഊണ് കഴിക്കാൻ അധികം നേരം ഒന്നും നിൽക്കണ്ട കേട്ടോ. ഒറ്റ ട്രിപ്പിൽ തന്നെ ഒത്തിരി പേര് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളും സുഖമായി ഊണ് കഴിച്ചിട്ട് പോന്നേട്ടോ. ഇത് ഭയങ്കര ശക്തിയുള്ള ക്ഷേത്രമാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടുത്തെ പ്രധാന പൂജയായ മാംഗല്യപൂജ 3 ചെയ്യണം എന്നാണ്. 3ാമത്തെ ചെയ്യുന്നതിന് മുമ്പ് മാംഗല്യം നടക്കുന്നുണ്ട്. ഇവിടെ വന്നു പോയിട്ടുള്ളവർ ഒത്തിരി പേര് പറയുന്നു. അതുകൊണ്ട് തന്നെയാവണം മാംഗല്യപൂജയ്ക്ക് ഇത്രയും തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത്. ഒത്തിരി കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒത്തിരി പ്രതിഷ്ഠകളുണ്ട് ഓരോ അമ്പലങ്ങളായിട്ട്. ശിവനും പാർവതിയും വിഷ്ണുമായും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴാൻ പോയി ഞങ്ങൾ. അതിനു മുമ്പ് മാംഗല്യപൂജ കഴിഞ്ഞ ഗണപതി ക്ഷേത്രം ഞങ്ങൾ ലൈൻ നിന്ന് തൊഴാണ്. അത് കഴിഞ്ഞിട്ട് ചുറ്റമ്പലം വലം വെച്ചു. അതിനുശേഷം ഒത്തിരി അമ്പലങ്ങൾ തൊഴുതു. അതേപോലെ തന്നെ ഇവിടെ സർപ്പക്കാവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇതുവരെ ഈ തിരുമാന്താംകുന്ന് അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം. നല്ലൊരു ആംബിയൻസ് ആണ്, മനസ്സിന് ശരീരത്തിന് നല്ലൊരു സുഖം കിട്ടും. അപ്പം എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.